ഓക്കെ, വിച്ച് സോൾട്ട് ഷുഡ് യു യൂസ്? മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള സോൾട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്താം. സോ വി ഹാവ് normal table salt, Himalayan pink salt, which is claimed to be the healthiest salt that's out there, and the infamous MSG. നോർമൽ ടേബിൾ സോൾട്ട്, ഇറ്റ് ഇസ് ബേസിക് സോഡിയം ക്ലോറൈഡ്. അതിൽ ചെറിയൊരു ശതമാനം ആന്റി ക്ലംപിംഗ് ഏജൻസ് ഉണ്ടാവും ആ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇറ്റ് വിൽ ഹാവ് പൊട്ടാഷ്യം അയോഡൈഡ് ഓർ പൊട്ടാഷ്യം അയോഡൈഡ് ആഡഡ്. ദിസ് ഇസ് ഫോർ അയഡിൻ. എല്ലാ ടേബിൾ സോൾട്ടും ബിഫോർ ഇറ്റ് റീച്ച് ദ മാർക്കറ്റ് ഫോർ ഹ്യൂമൻ കൺസംഷൻ ഇറ്റ് ഷുഡ് ബി അയഡൈസ്ഡ്. ഇത് ലീഗലി മാൻഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഇറ്റ് ഇസ് വെരി ചീപ്പ്. ഹിമാലയൻ പിങ്ക് സോൾട്ട് എന്റെ ഒപ്പീനിയനിൽ ഏറ്റവും ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സോൾട്ട് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ബേസിക് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് തന്നെയാണ്. ബട്ട് ആൾക്കാർ ഹെൽത്തി എന്ന് പറയാൻ കാരണം ഇതിൽ വളരെ ചെറിയ ട്രേസസ് ഓഫ് മിനറൽസ് ലൈക്ക് മെഗ്നീഷ്യം, കാൽഷ്യം ഒക്കെ പ്രസന്റ് ആയതുകൊണ്ടാണ്. ബട്ട് ഇതൊരു മിനറൽ സോഴ്സ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം ആകെ 2-3 ഗ്രാം സോൾട്ടാണ് നമ്മൾ എടുക്കുള്ളൂ. 1 ഗ്രാമിൽ വളരെ 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 ചെറിയ എമൗണ്ടിലാണ് ഈ മിനറൽസ് ഉള്ളൂ. സോ 2-3 ഗ്രാംസ് ഓഫ് സോൾട്ട് എടുക്കുമ്പോൾ എത്ര മിനറൽ നമുക്ക് കിട്ടും എന്നൊന്ന് ആലോചിക്കാം. അതുപോലെ ആ ഒരു പിങ്ക് കളറിന്റെ കാരണം അതിലുള്ള അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് ആണ്. ആൻഡ് ഹിമാലയൻ പിങ്ക് സോൾട്ട് ഇസ് നോട്ട് അയഡൈസ്ഡ്. പ്ലസ് ഇറ്റ് ഇസ് സ്റ്റ്യൂപ്പിഡ് എക്സ്പെൻസീവ്, വെരി എക്സ്പെൻസീവ്. 2-3 ഇരട്ടിയാണ് കമ്പനീസ് ചാർജ് ചെയ്യുന്നത്. സോ എന്റെ ഒരു ഒപ്പീനിയനിൽ ഇത് ഭയങ്കര ഓവർ റേറ്റഡ് ആണ്. കാരണം ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ നോർമൽ ടേബിൾ സോൾട്ട് മേടിക്കുകയാണ്. ബട്ട് അതിന്റെ അയഡൈസ്ഡ് ആയിട്ടുള്ള വെർഷൻ അല്ല നമ്മൾ മേടിക്കുന്നത്. സോ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അയഡിൻ സോഴ്സ് ആയിട്ട് വേറെ ഫുഡ് സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നൗ MSG, മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, അതായത് സോഡിയം സോൾട്ട് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ്. ഇതിൽ ബേസിക് ആയിട്ടുള്ള സോഡിയം ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു അമൈനോ ആസിഡ് കോൾഡ് ഗ്ലൂട്ടമേറ്റ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. സോ ഈ സോൾട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പയർഡ് ടു സോഡിയം ക്ലോറൈഡ്, നോർമൽ ടേബിൾ സോൾട്ട് ഇറ്റ് ഓൺലി ഹാസ് 13% ഓഫ് സോഡിയം ഇൻ ഇറ്റ്, whereas നോർമൽ സോഡിയം ക്ലോറൈഡ് ഹാസ് 39% ഓഫ് സോഡിയം ഇൻ ഇറ്റ്. ഞാൻ മോളാർ മാസ് വെച്ചിട്ട് ചെറിയൊരു കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ട്. സോ സോഡിയം കുറവ് വേണ്ട ആൾക്കാർക്ക് ഇതൊരു നല്ല സോൾട്ടിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആൾക്കാർ MSG ഡീമനൈസ് ചെയ്യാനുള്ള കാരണം അതിൽ ഗ്ലൂട്ടമേറ്റിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടായിരിക്കണം. കാരണം ഗ്ലൂട്ടമേറ്റ് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതായത് ന്യൂറോൺസിന്റെ ഇലക്ട്രോ കെമിക്കൽ സിഗ്നലിംഗിൽ ഒരു റോള് പ്ലേ ചെയ്യുന്ന ഒരു കമ്പൗണ്ട് ആണ്. സോ അതിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഡൗൺ സൈഡ് ഉണ്ടാവോ എന്ന് പേടിച്ചിട്ടാവണം. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആർട്ടിക്കിൾസ് ഓൺലൈൻ കാണുന്നുണ്ട്. ബട്ട് ഈ ക്ലെയിം കൺഫേം ചെയ്യാൻ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡീസ് ഇനിയും വേണം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ അതുപോലെ തന്നെ MSG അയഡൈസ്ഡ് അല്ല. സോ MSG ഒരു സാൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഒരു യൂസ് ചെയ്യണമെങ്കിൽ യു വിൽ ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ അതർ ഫുഡ് സോഴ്സസ് ഫോർ യുവർ അയഡിൻ റിക്വയർമെന്റ്. സോ ഇൻ മൈ ഒപ്പീനിയൻ ഐ വിൽ പിക്ക് ടേബിൾ സോൾട്ട് ആസ് ദ വിന്നർ. കാരണം അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അയഡൈസ്ഡ് ആണ്, ആൻഡ് ഇറ്റ് ഓൾസോ ഫുൾഫിൽസ് ഇറ്റ്സ് പർപ്പസ്.